കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 461 ആണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആ സംഖ്യകളെ അങ്ങ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പ്രോപ്പർ ചാനലിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ എക്സ് എന്നും അടുത്ത ആൾ x+1 എന്നും എടുത്ത് a+b² വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ തൽക്കാലം അങ്ങനൊന്നും പോകുന്നില്ല. അടുത്തടുത്ത രണ്ട് എണ്ണൽ സംഖ്യയുടെ വർഗ്ഗങ്ങളുടെ ഡിഫറൻസ് എത്ര എന്ന് ചോദ്യം പറയുന്നു? 461 എന്ന് പറയുന്നു. ആദ്യത്തെ ജോലി, ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് എത്രയാണോ അതിനെ എൻ്റെ കുട്ടികൾ 2 കൊണ്ടങ്ങ് ഹരിക്കുക. ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് എത്രയാണോ അതിനെ 2 കൊണ്ട് ഹരിക്കാനാണ് ഞാൻ പറയുന്നത്. 461നെ 2 കൊണ്ട് ഹരിച്ചാൽ 460നെ 2 കൊണ്ട് ഹരിച്ചാൽ 230 എന്നറിയാം. പിന്നെ 1നെ 2 കൊണ്ട് ഹരിച്ചാൽ 0.5. അപ്പോൾ 230.5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി ചെയ്യേണ്ടത് ഈ കിട്ടിയ ആൻസറിന് തൊട്ട് മുമ്പും അതിന് ശേഷം വരുന്ന എണ്ണൽ സംഖ്യകൾ ആരെന്ന് നോക്കുക. 230.5ന് തൊട്ട് മുമ്പ് വരുന്ന എണ്ണൽ സംഖ്യ 230 ആണ്. അത് കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ 231 ആണ്. അപ്പം നമുക്ക് കൺഫേം ചെയ്യാം, ഈ ചോദ്യത്തിൽ പറയുന്ന സംഖ്യകൾ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് എണ്ണൽ സംഖ്യകൾ ആരെന്ന് ചോദിച്ചാൽ ഒരാൾ 230ഉം ഒരാൾ 231 ആണ്. ശരി, ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു, അപ്പം ചെയ്ത പ്രൊസീജിയർ ക്ലിയർ ആണല്ലോ. ഡിഫറൻസിനെ 2 കൊണ്ട് ഹരിക്കുന്നു. അതിന് തൊട്ട് മുമ്പും അതിന് ശേഷവും കിടക്കുന്ന എണ്ണൽ സംഖ്യകൾ നമ്മുടെ ആൻസറാ. ശരി, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു സംഖ്യകളിൽ വലുത് 230 എന്നാണ് പറയുന്നത്. വലുതല്ലല്ലോ, ചെറുതല്ലേ 230? വലുത് 231 അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സംഖ്യകളിൽ ചെറുതാണ് 230, വലുത് 231. ഇനി എന്താ കഥ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നു സംഖ്യകളുടെ തുക അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തിന് തുല്യം. അപ്പോൾ ഈ സംഖ്യകളുടെ തുക 230ൻ്റെയും 231ൻ്റെയും തുക എത്രയാ? 461 ആണ് അല്ലേ? തുക നമുക്ക് കിട്ടി 461. ഈ തുകയും എന്തും തുല്യമെന്നാ? വർഗ്ഗങ്ങളുടെ വ്യത്യാസവും തുല്യമെന്നാ. വർഗ്ഗങ്ങളുടെ വ്യത്യാസം എത്ര തന്നെയാ? ചോദ്യം പറയുന്നുണ്ട് 461. ഇപ്പോൾ സമ്മും കിട്ടി 461. അപ്പോൾ ശരിയാണല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കഥകൾ 100% ശരിയാണ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? പിന്നെ നമ്മുടെ ചാനലിൽ 2025 PSC ചോദിച്ച കണക്കിലെ ചോദ്യങ്ങളുടെ 9ാമത്തെ പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയം കിട്ടുമ്പം എൻ്റെ കുട്ടികൾ അതുകൂടി കയറി കാണുക കേട്ടോ. നന്നായി പഠിക്കുക എല്ലാവരും. ഓക്കെ, താങ്ക് യു.